ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മത്തങ്ങ പച്ചടി ഉണ്ടാക്കാം. അതിനുവേണ്ടി മത്തങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് കഴുകി വാരി ഒരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ആദ്യം തീ കൂട്ടി വെച്ച് തിളച്ച് കഴിയുമ്പോൾ സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. 5 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് പകുതി വേവായിട്ടേ ഉള്ളൂ. ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് വേവിക്കണം. ഇനി അതിലേക്ക് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. 1 കപ്പ് തേങ്ങ, ഒരു 5-6 കാന്താരി മുളക്, അത് കുറവായതുകൊണ്ട് വലിയ മുളക് 2-3 എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, ഇത്രയും ചേർത്ത് അരച്ചെടുക്കാം. ആദ്യം തേങ്ങയൊന്ന് ചതച്ചെടുത്തതിന് ശേഷം തൈര് ഒഴിച്ച് അരച്ചെടുക്കുക. 1 ഗ്ലാസ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. ഇനി ബാക്കി തൈരും കൂടി ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി മത്തങ്ങ വെന്തോ നോക്കാം. മത്തങ്ങയൊക്കെ 10 മിനിറ്റും കൊണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ചും കൂടെ വെള്ളം ആ ബൗള് കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ പാകത്തിന് കുറുകിയ പോലെ ആയിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കണ വരെ അടുപ്പത്ത് വെക്കണം. ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ചെറിയ ഒരു തിള വരണത് വരെ അടുപ്പത്ത് വയ്ക്കാം. ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തീ ഓഫാക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് കടുക് കാച്ചി ഒഴിക്കണം. ഒരു അടുപ്പത്തെ ചീനിച്ചട്ടി വെച്ച് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയൊന്നും മൂത്ത് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ 3-4 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി തീ ഓഫാക്കിയിട്ട് വറ്റൽമുളക് അതിലിട്ട് മൂപ്പിച്ചാൽ മതിയാകും. വറ്റൽമുളക് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മത്തങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. താങ്ക് യു.